വിനീഷ, ഈ കൽപേഷ് ആര് എന്നുള്ളതാണ് ഇനി ഉയരുന്ന ചോദ്യം. അത് യാഥാർത്ഥ്യമാണോ എന്നുള്ളതുകൂടി അന്വേഷണ സംഘത്തിന് അറിയേണ്ടിയിരിക്കുന്നു. അത് മാത്രമല്ല, ഈ ഗൂഢാലോചനയിലുള്ള പങ്കാളികളെക്കുറിച്ചും അന്വേഷണ സംഘത്തിന് കണ്ടെത്തിയേ മതിയാവുകയുള്ളൂ. പ്രധാന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അന്വേഷണ സംഘത്തിന് മേൽ ഉള്ളത് ഈ ഗൂഢാലോചനയിലെ പങ്കാളികൾ ആരൊക്കെ എന്നുള്ളതാണ്. സ്വർണം ഉരുക്കി ഈ കൊള്ള നടത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൂട്ടുനിന്നവർ ആരൊക്കെ എന്നുള്ള കാര്യം തന്നെയല്ലേ? തീർച്ചയായിട്ടും ഈ കൽപേഷ് ആര് എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. കൽപേഷിന് ഇതിനുള്ളിൽ എങ്ങനെ എത്തി? ഈ ദേവസ്വം ബോർഡിൻ്റെ സ്വർണ്ണപ്പാളികളും ദ്വാരപാലക പാളികളും ഒക്കെ കൊണ്ടുപോകുന്ന സമയത്ത് കൽപേഷ് ഇതിൽ എങ്ങനെ ഭാഗമായി എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. അന്വേഷണ സംഘം ഇപ്പോഴും ഈ വിഷയത്തിൽ ഇരുട്ടിൽ തപ്പുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൽപേഷ് എന്ന കഥാപാത്രത്തെ എങ്ങനെ എത്തിച്ചു, അത് ഏത് ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നത് അന്വേഷണ സംഘത്തിന് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്ന മൊഴികൾ പല ഘട്ടങ്ങളിലും അത് പല തരത്തിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴികൾ നൽകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലപ്പോഴും ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രത്യേകിച്ച് അന്വേഷണ സംഘത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടുതൽ തെളിവുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അത് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുള്ളൂ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ പുലർച്ചെ 2:30 അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിൽ എത്തുന്നത്. ഈ കൽപേഷ് എന്ന കഥാപാത്രം, ആ കഥാപാത്രത്തെ സംബന്ധിച്ച് കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് എത്താൻ ഇതുവരയ്ക്കും അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. സ്മാർട്ട് ക്രിയേഷൻ, ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ ഈ കൽപേഷിനാണ് സ്വർണം കൈമാറിയത് എന്നത് സംബന്ധിച്ചുള്ള ചില തെളിവുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മൊഴികളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. അതിലേക്ക് പൂർണ്ണമായും അന്വേഷണ സംഘത്തിന് തെളിവുകൾ എത്തിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ കൽപേഷ് എന്ന വ്യക്തിയിലേക്ക് നമുക്കറിയാം, ദേവസ്വം ബോർഡിലെ വെറും കീഴ്ശാന്തിയായി എത്തുന്ന ഒരു വ്യക്തിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റ സാഹചര്യത്തിൽ പെട്ടെന്ന് എങ്ങനെ സ്പോൺസറായി മാറി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കീഴ്ശാന്തിയായി എത്തുന്നു, ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും വലിയ ഉന്നതരെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായി ദേവസ്വം ബോർഡിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാറുന്നു. ഒപ്പം തന്നെ ശബരിമല എന്ന ഏറ്റവും വലിയ ആത്മീയ കേന്ദ്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ കൊള്ളയടിക്കുന്ന സ്വർണ്ണക്കൊള്ളയിലേക്ക് എത്തിക്കാൻ എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സാധിച്ചു എന്നത് നിർണായകമായ അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്ന ഒരു ചോദ്യം. അപ്പോൾ ഈ ദേവസ്വം ബോർഡിലെ തന്നെ ഉന്നതരുടെ സാന്നിധ്യം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയിരിക്കുന്നു. ഉന്നതരുടെ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചനയുടെ ഭാഗമായി ഈ സ്വർണത്തെ കൊള്ളയടിക്കാൻ എത്തിച്ച വ്യക്തിയാണ് കൽപേഷ് എന്നതാണ് പ്രത്യേകിച്ച് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു കാരണവശാലും ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഇതിലെ നിർണായകമായ നീക്കം ദേവസ്വം ബോർഡ് നടത്തിയ, ദേവസ്വം ബോർഡിലെ ജീവനക്കാർ നേരിട്ട് കൊള്ളയടിക്കാൻ നടത്തിയ ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ എന്നതാണ് അന്വേഷണ സംഘത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ. ഒപ്പം ജീവനക്കാരിലേക്ക് സ്വാധീനിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ദേവസ്വം ബോർഡിനെ ബാധിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ദേവസ്വം ബോർഡിലെ ചില ജീവനക്കാരുടെ തലയിൽ അതിനെ അടിച്ചേൽപ്പിക്കാൻ സാധിക്കില്ല. അന്നത്തെ ദേവസ്വം മന്ത്രി, അന്നത്തെ ബോർഡ് അംഗങ്ങൾ, ഇവരൊക്കെ എന്ത് ചെയ്തു എന്ന ചോദ്യമാണ് ഉണ്ടാവുക. ആ ഒരു അന്വേഷണത്തിലേക്ക് പോവുകയാണെങ്കിൽ 2019 ദേവസ്വം പ്രസിഡന്റ്, അന്നുണ്ടായിരുന്ന ദേവസ്വം മന്ത്രി, അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ, ഇതിലെല്ലാവരും പ്രതി ചേർക്കപ്പെടേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പോഴും അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത് ചില ഉദ്യോഗസ്ഥരിലേക്ക് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ മൊഴി നൽകിയിരിക്കുന്നു. ദേവസ്വം ബോർഡിലെ ജീവനക്കാർക്കെതിരെ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൽപേഷ് എന്ന വ്യക്തിയെ സംബന്ധിച്ചുള്ള കൃത്യമായ നിർണായകമായ തെളിവുകൾ ഇതുവരെയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. ആ ലഭിക്കാത്ത സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തെ ഏറ്റവും കൂടുതൽ കുഴയ്ക്കുന്ന ഒരു സാഹചര്യമാണ് കൽപേഷ് എന്ന വ്യക്തി. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു സാഹചര്യം എന്ന് പറയേണ്ടത്, ഈ കേസിലെ ഏറ്റവും നിർണായകമെന്ന് പറയുന്നത് ഈ കവർച്ച നടത്തിയ കൊള്ളയടിച്ച സ്വർണം അത് റിക്കവർ ചെയ്തെടുത്താൽ മാത്രമേ ഈ കേസ് കോടതിയിൽ നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അല്ലെങ്കിൽ മറ്റു ദേവസ്വം ജീവനക്കാരും വാദിക്കുന്ന തരത്തിൽ ഈ കേസ് വരും കാലങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകുന്നത് ഈ കൊള്ളയടിച്ച സ്വർണം എവിടെ നിന്ന് കണ്ടെത്തുക എന്നതാണ്. ഇനി കോടതിയിലേക്ക് തെളിവുകൾ എത്തിക്കുന്ന സമയത്ത്
ഒപ്പം തന്നെ ഈ കൊള്ളയടിക്കാൻ കൂട്ടുനിന്നത് ആരൊക്കെ, അതിൻ്റെ ഗൂഢാലോചനയുടെ ഭാഗമായത് ആരൊക്കെ, അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പേഴ്സ്, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം മന്ത്രി ഉൾപ്പെടുന്ന ഒരു സംഘം, അല്ലെങ്കിൽ അവരുടെയൊക്കെ തന്നെ അറിവോട് കൂടിയായിരിക്കും അത്തരം നീക്കങ്ങൾ നടന്നിരിക്കുക. കാരണം ഒരു കാരണവശാലും ശബരിമലയെ പോലെയുള്ള ഏറ്റവും വലിയ ഒരു ആത്മീയ കേന്ദ്രത്തിൽ ഇത്തരത്തിലുള്ള ഒരു അറ്റകുറ്റപ്പണികളോ അല്ലെങ്കിൽ സ്വർണം പൂശുന്നതടക്കമുള്ള നടപടിക്രമങ്ങളിലേക്കോ കടക്കുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ എല്ലാ അംഗങ്ങളും, അന്നത്തെ ബോർഡ് അംഗങ്ങളെല്ലാം തന്നെ, ഭരണസമിതി അംഗങ്ങളെല്ലാം തന്നെ ഇക്കാര്യങ്ങൾ പൂർണ്ണമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആ അറിഞ്ഞിരിക്കേണ്ട സാഹചര്യത്തിൽ എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരിട്ട് ഈ സ്വർണ്ണപ്പാളികളുടെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാനുള്ള അനുമതി നൽകി? അത് ദേവസ്വം ബോർഡിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും തെറ്റിച്ചുകൊണ്ടുള്ള ഒരു അനുമതി നൽകുന്ന ഘട്ടം, അതൊക്കെ തന്നെ ഏറ്റവും നിർണായകമായി അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഈ കീഴ്ശാന്തിയെ വെറും കീഴ്ശാന്തിയായി ദേവസ്വം ബോർഡിലെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്രയും വലിയ സ്വാധീനമുണ്ടാക്കുന്ന തരത്തിലേക്ക് വലിയൊരു സ്പോൺസർഷിപ്പിലേക്ക് ഉയരാനുണ്ടായ സാഹചര്യം, അതിന് പിന്നിലെ ഗൂഢാലോചന, അത് കൃത്യമായി അന്വേഷണ സംഘം തെളിയിച്ചേ മതിയാകൂ. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന തെളിവുകൾ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിലെ ചില ജീവനക്കാർ നടത്തിയ ഇടപാടുകൾ, ചില ജീവനക്കാർ അനധികൃതമായി നടത്തിയ ദേവസ്വം ബോർഡ് മാനദണ്ഡങ്ങൾ തെറ്റിച്ചിറക്കിയിരിക്കുന്ന ഓർഡറുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവുകൾ മാത്രമാണ് ദേവസ്വം ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കയ്യിലുള്ളത് എന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ കൽപേഷ് എന്ന വ്യക്തിയുടെ നിലപാടുകൾ, ആ കൽപേഷ് ആരാണ്, കൽപേഷ് എവിടെ നിന്ന് വന്നു, കൽപേഷിന് പിന്നിലെ ബലം എന്താണ്, അല്ലെങ്കിൽ കൽപേഷിൻ്റെ ഗൂഢാലോചനയുടെ ഭാഗമാക്കിയത് ആര് എന്നതൊക്കെ ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് ഇപ്പോഴും അന്വേഷണ സംഘത്തിന് ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പേഴ്സ്, ദേവസ്വം ബോർഡ് അംഗങ്ങൾ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇതിനൊക്കെ ഉത്തരം പറഞ്ഞേ മതിയാകൂ. പക്ഷേ ഇത്തരം ചോദ്യങ്ങളിലേക്കൊന്നും അന്വേഷണ സംഘം നീങ്ങിയിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴികളെ മാത്രം കേന്ദ്രീകരിച്ചുള്ള നടപടിയിലേക്ക് മാത്രമാണ് ഇപ്പോൾ അന്വേഷണ സംഘം പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേസിൽ ഏറ്റവും നിർണായകമാകുന്നത് ഈ സ്വർണം റിക്കവർ ചെയ്തെടുക്കുക, എവിടെയാണ് കൊള്ളയടിച്ച സ്വർണം എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയാൽ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നടപടികളിലേക്ക് അന്വേഷണ സംഘത്തിന് പോകാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് നിയമവിദഗ്ധർ പോലും ചൂണ്ടിക്കാണിക്കുന്നത്. ശരി വിനീഷ്, എന്തായാലും വലിയ വെല്ലുവിളി തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപിലുള്ളത് എന്ന് തന്നെയാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വെറും ഒരു ഉപകരണമാക്കിക്കൊണ്ട് ഇത്ര വലിയ ഗൂഢാലോചന നടത്തിയത്, ഈ ആസൂത്രണം നടത്തിയത്, അതിന് പിന്നിൽ ആരൊക്കെ എന്നുള്ളതാണ്. സ്വർണം ഉരുക്കി വീതം വെച്ചവർ ആരൊക്കെ എന്നുള്ളതും കണ്ടെത്തേണ്ടിയിരിക്കുന്നു.